ടർക്കി കപ്പഡോക്യയിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായ കൈമാക്ലി അണ്ടർഗ്രൗണ്ട് സിറ്റിയാണിത്. ഞങ്ങൾ അതിരാവിലെ എത്തിച്ചേർന്നതിനാലും വിൻ്റർ സീസൺ ആയതുകൊണ്ടും തിരക്ക് വളരെ കുറവാണ്. 13 യൂറോ ആണ് ടിക്കറ്റ് പ്രൈസ്. കാർഡുകളെല്ലാം തന്നെ ആക്സെപ്റ്റ് ചെയ്യും. കപ്പഡോക്യ എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരിക ചിതൽ പുറ്റു പോലെ ഇരിക്കുന്ന ഒരു ഭൂപ്രദേശമാണ്. ഇത് ശരിക്കും ഫെയറി ടെയിൽസ് ചിമ്മിനി കണക്കിയിരിക്കുന്ന സോഫ്റ്റ് വോൾക്കാനിക് റോക്സ് ആണ്. ഈ കാണുന്ന ഗേറ്റും എൻട്രൻസ് വരാന്തയുമെല്ലാം അടുത്ത കാലത്തെ റെനോവേഷൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു. കൈമാക്ലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭൂമിക്കടിയിൽ 8 നിലകളായി 3000-ഓളം ആളുകൾ താമസിച്ചിരുന്ന ഒരു ചെറു പട്ടണമായിരുന്നു. ഗേറ്റ് കടന്നുള്ള വരാന്ത ചെന്ന് അവസാനിക്കുന്നത് ആദ്യത്തെ നിലയിലാണ്. ഇവിടെ അവർ കുതിരകളെയും മറ്റു കന്നുകാലികളെയും കെട്ടിയിടാൻ ഉപയോഗിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. അകത്ത് കയറിയപ്പോഴേക്കും ഗൈഡുകൾ പുറകെ കൂടി. അവർ ഗുഹയ്ക്കകത്ത് വഴിതെറ്റിപ്പോകുമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. വായിച്ചറിഞ്ഞതിൽ വെച്ച് അവർ പറഞ്ഞതിൽ അതിശയോക്തി തോന്നിയില്ലെങ്കിലും അവർ ചോദിച്ച 50 യൂറോ കൂടുതൽ ആയതിനാൽ തനിയെ തന്നെ പോകാൻ തീരുമാനിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ ഇപ്പോൾ 4ാമത്തെ നില വരെ മാത്രമേ സഞ്ചാരികൾക്ക് പ്രവേശനമുള്ളൂ. കൈമാക്ലിയുടെ പഴയ പേര് എനി ഗ്രൂപ്പ് എന്നാണ്. ടർക്കിഷ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും മിനിസ്ട്രി ഓഫ് കൾച്ചറിൻ്റെയും രേഖകളിൽ ഒരുപക്ഷെ ഈ പ്രദേശം വാസസജ്ജമാക്കിയത് ഫ്രിജിയൻസ് എന്ന് വിളിക്കുന്ന ഇൻഡോ യൂറോപ്യൻ വംശത്തിലുള്ള ആളുകളായിരിക്കാം. പിന്നീട് ഗ്രീക്കുകാരുടെ കുടിയേറ്റവും ഈസ്റ്റേൺ റോമൻ ബൈസന്റൈൻ എംപയറിൻ്റെ കാലഘട്ടത്തിൽ ഏകദേശം 4 ദശാബ്ദത്തോളം നീണ്ടുനിന്ന അറബ് ബൈസന്റൈൻ യുദ്ധ കാലഘട്ടത്തിൽ ആളുകൾ സുരക്ഷിത സ്ഥാനത്തിലേക്ക് മാറുവാൻ ഈ ഗുഹകൾ ഉപയോഗിച്ചു തുടങ്ങി. അവർ അത് നമ്മൾ ഇന്ന് കാണുന്ന നിലയിലേക്ക് വിപുലീകരിച്ചു. ഇതുപോലെ തന്നെ 200-ലധികം അണ്ടർഗ്രൗണ്ട് കേവ് സിറ്റീസ് അല്ലെങ്കിൽ ഗുഹകൾ കപ്പഡോക്യ പ്രദേശത്തുണ്ട്. ഇതെല്ലാം തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭൂഗർഭ പാതകളും ഉണ്ടായിരുന്നു. ശത്രുക്കളിൽ നിന്ന് രക്ഷ തേടാൻ ഒരു പ്രദേശത്തെ ജനതയാകെ തലമുറകളോളം ഭൂമിക്കടിയിൽ വസിച്ചിരുന്നു. ഭിത്തിയിൽ പതിച്ചിട്ടുള്ള ആരോ മാർക്കുകൾ നോക്കി പതുക്കെ ഞങ്ങൾ താഴോട്ടിറങ്ങി. കഷ്ടിച്ച ഒരാൾക്ക് മാത്രം പോകാൻ പറ്റുന്ന സ്റ്റെപ്പുകളും പടവുകളുമാണ് ഇനി മുന്നോട്ട്. വായിച്ചും കേട്ടുമറിഞ്ഞ ബുദ്ധിമുട്ടുകൾ അത്രയില്ലെങ്കിലും ഗുഹയ്ക്കകത്തോടെയുള്ള ഈ നടത്തം വളരെ ശ്രമകരം തന്നെയാണ്. അഗാധ ഗർത്തങ്ങളുണ്ടെന്ന് കേട്ടിരുന്നെങ്കിലും സഞ്ചാരപാതയിലുള്ള ഗർത്തങ്ങളെല്ലാം തന്നെ സേഫ്റ്റി ഗ്ലാസ് വെച്ച് അടച്ചിരിക്കുന്നു. അതുപോലെ തന്നെ സഞ്ചാരപാത ലൈറ്റപ്പ് ചെയ്തതിനാൽ മുൻപേ ഗൈഡുകൾ പറഞ്ഞതുപോലെ ഭയപ്പെടാൻ തക്ക ഒന്നും തന്നെ ഇല്ല. എന്നിരുന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ ചെറിയ ടണലുകൾ ഭിത്തിയിലുള്ള ആരോ മാർക്ക് നോക്കിപ്പോയില്ലെങ്കിൽ ഏതൊരാളെയും ദിശാബോധം തെറ്റിക്കാം. ഒരു ചക്രവ്യൂഹത്തിലോ അല്ലെങ്കിൽ മേസിലോ അകപ്പെട്ട് ഒരേ സ്ഥലത്തു തന്നെ എത്തുന്ന അവസ്ഥ. എല്ലാ ടണലുകളും ചെന്ന് അവസാനിക്കുന്ന ഇതുപോലുള്ള അകത്തളങ്ങളിലാണ്. ഇവിടെ നിന്നും ഒന്നോ അതിലധികമോ ടണലുകൾ പല ഭാഗത്തേക്കും ഉണ്ടായിരിക്കും. കോമൺ ഏരിയ എന്ന് തോന്നിക്കുന്ന പല മുറികളിൽ ഞങ്ങൾ കയറി നോക്കി. പലതും 1-2 ആൾക്കാർക്ക് മാത്രം ഇരിക്കാൻ പറ്റുന്ന ഇടങ്ങളാണ്. ലൈറ്റപ്പ് ചെയ്യാത്ത പല ഇരുട്ടുമുറികളും പാതകളും കാണാനിടയായി. അതുപോലെ തന്നെ പല ഇടങ്ങളിലും വലിയ വൃത്താകൃതിയിലുള്ള ചെത്തിമിനുക്കിയ അകത്ത് ചെറിയൊരു ദ്വാരമുള്ള കല്ലുകൾ കാണാനിടയായി. ഇത് അകത്തു നിന്ന് ടണലുകൾ അടയ്ക്കുന്നതിനുള്ള സംവിധാനമാണ്. ശത്രുക്കളെ ടണലുകളിലോ അല്ലെങ്കിൽ അകത്തളങ്ങളിലോ ഒക്കെ കുരുക്കി ശ്വാസം മുട്ടിച്ച് അല്ലെങ്കിൽ പെട്ടെന്ന് കീഴ്പ്പെടുത്താനുള്ളൊരു മാർഗം. ക്രിസ്ത്യൻ വിശ്വാസികളായിരുന്നതിനാൽ 2ാം നിലയിലാണ് ചർച്ച് സ്ഥിതി ചെയ്യുന്നത്. അവിടെ ആൾത്താരയും മാമോദീസ മുക്കാനുള്ള ഒരിടവും ഹോളി മാസിനുള്ള ഇടവും കല്ലറകളും മറ്റും കാണുവാൻ സാധിച്ചു. 3ാമത്തെ നിലയിലാണ് അടുക്കള സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു സെൻട്രൽ കിച്ചൺ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതൊരു പക്ഷേ അധികം പുക വരുന്നത് ഒഴിവാക്കാനായിരിക്കാം, അല്ലെങ്കിൽ വലിയൊരു കൂട്ടുകുടുംബം പോലെ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയായിരിക്കാം. വായു സഞ്ചാരത്തിന് വേണ്ടി 8 നിലകളിലൂടെയും പോകുന്ന ഷാഫ്റ്റ് ഇവർ നിർമ്മിച്ചിരുന്നു. അതിൻ്റെ അങ്ങേയറ്റത്ത് ഭൂമിക്കടിയിലുള്ള വെള്ള സ്രോതസ്സുമുണ്ടെന്ന് പറയുന്നു. ക്യാമറയ്ക്ക് വേണ്ടി മുഖം പ്രസന്നമായി വെച്ചിരുന്നെങ്കിലും വായു സഞ്ചാരം കുറഞ്ഞ ചെറിയ കുറുകിയ പാതയിലൂടെ കൂനിക്കുറുകി വളരെ കഷ്ടപ്പെട്ടാണ് അപ്പുറത്തേക്ക് എത്തിയത്. ആൾത്തിരക്കില്ലാത്തതിനാൽ രക്ഷപ്പെട്ടു. 2 ഘട്ടങ്ങളായി കിടക്കുന്ന കണ്ടതിൽ ഏറ്റവും വലിയ തുരങ്കം ചെന്നെത്തുന്നത് അടുക്കളയിലേക്കാണ്. അവിടെ ധാന്യം സൂക്ഷിക്കാനുള്ള അറകളും
ധാന്യങ്ങൾ പൊടിക്കാനുള്ള മിൽ സ്റ്റോണുകളും വൈനും വെള്ളമൊക്കെ സൂക്ഷിച്ചു വയ്ക്കാൻ ഭരണി പോലെ ചെത്തി മിനുക്കി വച്ചിരിക്കുന്ന ഇടങ്ങളും കണ്ടു. ഒട്ടനേകം ധാന്യപ്പുരകൾ ഉള്ളതിനാൽ നമുക്ക് മനസ്സിലാക്കാം ഒരു കാലത്ത് എത്രമാത്രം ആളുകൾ വസിച്ചിരുന്ന ഒരു ഇടമാണിതെന്ന്. അതുപോലെ തന്നെ ഒരു മെച്ചപ്പെട്ട സാഹചര്യത്തിൽ ജീവിച്ച ഒരു ജനവിഭാഗമായിരുന്നു എന്നതും. കപ്പഡോക്കിയയിലെ ഈ അണ്ടർഗ്രൗണ്ട് സിറ്റികൾക്ക് വിയറ്റ്നാമിലെ കൂച്ചി ടണലിനോട് സാമ്യമുണ്ടെങ്കിലും താരതമ്യപ്പെടുത്താൻ സാധിക്കില്ല. ചിലയിടങ്ങളിൽ ഓക്സിജൻ്റെ അളവ് കുറവായതിനാൽ ക്ലോസ്ട്രോഫോബിയ ഉള്ള ആളുകളും മൊബിലിറ്റി പ്രശ്നമായ ആളുകളും ഇത് ഒഴിവാക്കുന്നത് തന്നെയാവും ഉത്തമം. എക്സിറ്റ് സൈൻസ് നോക്കി ഞങ്ങൾ പതിയെ മുകളിലോട്ട് തിരിച്ച് കയറി തുടങ്ങി. 5-ാം നിലയിലും പോകുന്ന വഴിയുടെ ഇരുഭാഗത്തും ഹോസ്റ്റലുകളെ അനുസ്മരിപ്പിക്കുന്ന ചെറുതും വലുതുമായ മുറികൾ കാണുവാൻ സാധിച്ചു. 20 മീറ്റർ അടിയോളം താഴ്ചയുള്ള 8 നിലകളിലായി ഒരു പ്രദേശമാകെ പരന്നു കിടക്കുന്ന കൈമാക്ലി അണ്ടർഗ്രൗണ്ട് സിറ്റിയുടെ 1% താഴെ മാത്രമാണ് ഞങ്ങൾ 1 മണിക്കൂർ കൊണ്ട് കണ്ടു തീർത്തത്. വൈവിധ്യവും വ്യത്യസ്തവുമായ ഭൂപ്രകൃതിയിലൂടെ സഞ്ചരിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദം ഒന്ന് വേറെ തന്നെയാണ്. കൈമാക്ലിയും കപ്പഡോക്കിയയിലെ അണ്ടർഗ്രൗണ്ട് സിറ്റികളും വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ് തന്നെയാണ്. അതുപോലെ തന്നെ അവരുടെ ആർക്കിടെക്ചറൽ ബ്രില്യൻസും ഏവരെയും ആശ്ചര്യപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്.